പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരളത്തിലെ BSc നഴ്സിംഗ് അഡ്മിഷൻ ഏത് രീതിയിലായിരിക്കും? +2 സ്കോർ നോക്കിയായിരിക്കുമോ, എൻട്രൻസ് നടത്തിയായിരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. തീരുമാനം അറിയിക്കേണ്ടത് ഒന്നുകിൽ DME ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലോ ആണ് തീരുമാനം അറിയിക്കേണ്ടത്. DMEയിൽ കഴിഞ്ഞ ദിവസം കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ യാതൊരു തരത്തിലുള്ള തീരുമാനവും നിലവിൽ തീർത്ത് പറയുന്നില്ല. അതേസമയം തമിഴ്നാട്ടിലെ പോലെ ഈ വർഷം കേരളത്തിലും +2 സ്കോറിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അഡ്മിഷൻ നടത്താൻ സർക്കാർ പോകുന്നു എന്നൊരു പത്രവാർത്ത മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്നതല്ലാതെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും സർക്കാരിൽ നിന്ന് ഇതുവരെയും വന്നിട്ടുമില്ല. ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞു നിരവധി വിദ്യാർത്ഥികളാണ് ഒരു തീരുമാനത്തിനായിട്ട് കാത്തിരിക്കുന്നത്. എൻട്രൻസ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അറിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അതിലേക്ക് പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി സാധിക്കും. ഇനി അതല്ല +2 സ്കോർ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ കോഴ്സ് ചെയ്യുന്നവർക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയും നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു അവ്യക്തത എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. കൂടാതെ അംഗീകാര പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിൽ കോഴ്സ് നടത്തണം എന്നതുമാണ് ബന്ധപ്പെട്ട അധികാരികളോട് ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്. അഡ്മിഷൻ ഏത് വഴിക്കാണെങ്കിലും മറ്റൊരു പ്രതിസന്ധി കൂടി വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ട്. കേരളത്തിൽ 100ന് മുകളിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്. അവിടെയുള്ള 50% സീറ്റിലേക്കാണ് സർക്കാർ സംവിധാനത്തിൽ LBS സെന്റർ വെബ്സൈറ്റ് വഴി അഡ്മിഷൻ നടത്തി വരുന്നത്. ബാക്കി വരുന്ന 50% സീറ്റുകൾ മാനേജ്മെന്റ് കോട്ട സീറ്റുകളാണ്. ആ സീറ്റുകൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് സ്കോർ പരിഗണിക്കാതെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ മികച്ച വിദ്യാർത്ഥികളെ ലഭിക്കാൻ വേണ്ടി ഈ കാണുന്ന വിവിധ അസോസിയേഷനുകളിൽ വരുന്ന വിവിധ കോളേജുകൾ 5 വെബ്സൈറ്റുകൾ വഴി വിദ്യാർത്ഥികളിൽ നിന്ന് അപ്ലിക്കേഷൻ ക്ഷണിച്ച് മെറിറ്റ് അടിസ്ഥാനത്തിൽ അപേക്ഷിച്ചവരിൽ കൂടുതൽ സ്കോർ ഉള്ളവർക്ക് അധിക ഫീസ് ഒന്നും വാങ്ങാതെ, അതായത് സർക്കാർ നിശ്ചയിച്ച LBS സെന്റർ വഴി അഡ്മിഷൻ ലഭിച്ചാൽ നൽകേണ്ട സെയിം ഫീസിൽ തന്നെ വർഷങ്ങളായിട്ട് അഡ്മിഷൻ നടത്തി വരികയാണ്. ഇത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഏകദേശം 5000-ഓളം സീറ്റുകൾ ഇങ്ങനെ ഫിൽ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഒരു സംവിധാനത്തിൽ ഈ വർഷം മുതൽ മാറ്റം വരാൻ പോകുന്നു എന്നുള്ള പ്രയാസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിലേക്ക് അപ്ലിക്കേഷൻ നൽകുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും 1000 രൂപയാണ് നിലവിൽ അപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പുറമെ ഇനി മുതൽ 18% GST കൂടി നൽകണമെന്നും, കൂടാതെ 2017 മുതലുള്ള കോടിക്കണക്കിന് രൂപയുടെ GSTയുടെ കുടിശ്ശിക സർക്കാരിലേക്ക് നൽകണമെന്നുമുള്ള നിർദ്ദേശമാണ് അസോസിയേഷനുകൾക്ക് സർക്കാരിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതേസമയം LBS അപ്ലിക്കേഷനും സ്വന്തമായിട്ട് അപേക്ഷ സ്വീകരിച്ച് അഡ്മിഷൻ നടത്തുന്ന കോളേജുകൾക്കും GST നിലവിൽ ബാധകവുമല്ല. ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരുമിച്ച് അപ്ലിക്കേഷൻ ക്ഷണിച്ച് ഈ വർഷം മുതൽ അഡ്മിഷൻ നടത്തുന്നില്ല എന്നൊരു തീരുമാനമാണ് അസോസിയേഷനുകൾ എടുത്തിരിക്കുന്നത്. ഈ കാര്യം അവർ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഓരോ കോളേജിലും പോയി 1000 രൂപ വീതം നൽകി അപ്ലിക്കേഷൻ നൽകേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും. ഇത് വിദ്യാർത്ഥികൾക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. 10 കോളേജുകളിൽ അപേക്ഷിക്കാൻ തന്നെ അപ്ലിക്കേഷൻ ഫീസ് 10000 രൂപയോളം വരും. 50ഓളം കോളേജുകൾക്ക് 1000 രൂപ വന്നിരുന്ന സ്ഥാനത്താണ് 10 കോളേജുകൾക്ക് മാത്രം 10000 രൂപ വരുന്നത് എന്നത് ഓർക്കുക. പിന്നെ ഓരോ കോളേജിലും പോയി അപേക്ഷ നൽകുക എന്നുള്ളത്, അതിന് വരുന്ന ചിലവുകൾ വേറെയും ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഈ ഒരു കാര്യം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അർഹരായ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യവും വരും. കൂടാതെ പല കോളേജുകളും അനർഹമായ രീതിയിൽ ഭീമമായിട്ടുള്ള വലിയ തുക കോഴ്സ് ഫീസിലേക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കാനുമുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം. ആയതിനാൽ ഈ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് സർക്കാരിനോടും അതുപോലെ തന്നെ മാനേജ്മെന്റ് അസോസിയേഷനുകളോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ BSc നഴ്സിംഗ് അതുപോലെ മറ്റു പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.